പ്രധാനമന്ത്രിയുടെ വസതിയായ ലോ കല്യാൺ മാർഗിലെ 7-ാം നമ്പർ വസതി ഏറ്റവും തന്ത്രപ്രധാനമായ രാജ്യത്തെ മേഖലയാണ്. അവിടെയാണ് ഇപ്പോൾ ഈ വലിയ രീതിയിലുള്ള പ്രതിഷേധ സമരം നമ്മൾ കാണുന്നത്. കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉൾപ്പെടെ നമുക്ക് എല്ലാവരെയും ദൃശ്യങ്ങളിൽ കാണാം. ബാലു, ഏതെങ്കിലും രീതിയിലുള്ള അനുനയ ശ്രമം വിജയിക്കുന്നുണ്ടോ? ഈ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗിന്റെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയുമായി ചർച്ച ഇപ്പോൾ നടക്കുകയാണ്. ആ ചർച്ച ഫലപ്രാപ്തിയിൽ എത്തുമോ എന്ന കാര്യം വ്യക്തമല്ല. ഇതിനിടയിൽ കോൺഗ്രസിന്റെ പല മുതിർന്ന നേതാക്കളും രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ ഈ വേദിയിലേക്ക് വരികയാണ്. അതായത് ഇവിടെ ഈ പ്രധാനമന്ത്രിയുടെ വസതിക്ക് സമീപത്ത് വലിയൊരു ആൾക്കൂട്ടത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കുമാരി ഷെൽജ ഉൾപ്പെടെ ഹരിയാനയിലെ നേതാക്കൾ ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ വലിയൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. ഇതിനിടയിൽ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത ഈ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കിക്കൊണ്ടുപോയ കൊടുക്കുന്നൂർ സുരേഷിനെ ഡൽഹി ഹരിയാന അതിർത്തിക്ക് സമീപത്തുള്ള കപ്പശ്ശേര പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തെ നിലവിൽ എത്തിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. വച്ചിരിക്കുന്ന 4 കോൺഗ്രസിന്റെ 4 പ്രധാനപ്പെട്ട എംപിമാരെയാണ് ഹരിയാന അതിർത്തിക്ക് സമീപത്തുള്ള കപ്പശ്ശേര പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ തടഞ്ഞു വച്ചിരിക്കുന്നത്. ഡീൻ കുര്യാക്കോസിനെ ഉൾപ്പെടെയുള്ളവരെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ഈ കൊണ്ടുപോകുന്ന എംപിമാരെ ഈ അതിർത്തി മേഖലയിലുള്ള, അതായത് ഡൽഹിക്ക് അതിർത്തി പ്രദേശങ്ങളിലേക്കുള്ള പോലീസ് സ്റ്റേഷനുകളിലേക്കാണ് മാറ്റുന്നത്.